ഞാനൊരു മന്ത്രി എന്ന നിലയിൽ കൊണ്ടുവന്ന ഒരു മാറ്റവും നമുക്ക് ദോഷമില്ല. ഇവിടെ പറഞ്ഞ 50 പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ശരിയാണ്, 50 പരിഷ്കാരം കൊണ്ടുവന്നത് 1-2 ഞാൻ പറയാം. മൂന്നാറിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് ഓടിച്ചു. ആരും പ്രതീക്ഷിച്ചില്ല. ആ ഡബിൾ ഡെക്കർ ബസ് ഞാനാണ് രൂപകൽപ്പന ചെയ്തത്. KSRTCയിലെ ജീവനക്കാരാണ് അതിനെ ഉണ്ടാക്കിയെടുത്തത്. അല്ല കേട്ടോ, എന്നോട് അശോക് ലേലന്റെ കമ്പനിക്കാരെ ചോദിച്ചത് ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, പാപ്പനംകോട് KSRTCയിലെ മിടുക്കന്മാരായ മെക്കാനിക്കൽ ജീവനക്കാര് ഐഡിയ മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഗ്ലാസ് കൊണ്ടൊരു വണ്ടി വേണം. അത് പഴയ ഒരു സിനിമ കണ്ടപ്പോ എന്റെ മനസ്സിൽ വന്നൊരു സ്വപ്നമാണ്. ഒരു തമിഴ് സിനിമ കണ്ടപ്പോൾ ഒരു പാട്ട് സീനിൽ ഒരു കണ്ണാടി കൊണ്ടൊരു ബസ് കണ്ടു. അത് കണ്ടപ്പോ എന്റെ മനസ്സിലുണ്ട് ഇതുപോലെ ബസ് ഉണ്ടാക്കണം. പക്ഷെ KSRTCയിലെ ജീവനക്കാർ, പാപ്പനംകോട് മെക്കാനിക്കൽ ജീവനക്കാർ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തന്നതിലേക്ക് നന്ദിയുണ്ട്. ആ വണ്ടി ഒരു ദിവസം 40,000 രൂപയ്ക്ക് മേൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ ചെലവ് 13,000 രൂപയാണ്. നമുക്കൊരു ദിവസം ശരാശരി കിട്ടുന്നത് 53,000 രൂപ, 58,000 രൂപ കിട്ടിയ ദിവസങ്ങളുണ്ട്. 40,000 രൂപ നമുക്കൊരു ദിവസം പ്രോഫിറ്റ് ഉണ്ട്.